ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്ത ഓരോ വെബ് സീരീസും നല്ല മികച്ച രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുള്ള സീരീസുകളാണ്. അതിൽ തന്നെ ആദ്യം റിലീസ് ചെയ്ത കേരള ക്രൈം ഫയൽസ് അതൊരു കിഡിലൻ്റെ എൻഗേജിങ് ത്രില്ലർ തന്നെയായിരുന്നു. അതിപ്പോഴും നല്ല റേറ്റിംഗോടെ പോയിക്കൊണ്ടിരിക്കുന്ന സീരീസുകളാണ്. അതിനുശേഷം മാസ്റ്റർ പീസ് എന്ന വെബ് സീരീസ് വന്നു. അതും എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ്. അതായത് എൻ്റെ കഥാപശ്ചാത്തലവും ഒരു കാരിക്കേച്ചർ മൂഡിൽ പോകുന്ന ഒരു സീരീസാണ്. അതായത് ഒരു കപ്പിൾസിൻ്റെ ഇടയിൽ ഒരു ചെറിയ പ്രശ്നം വരുന്നു. അങ്ങനെ ഇവരുടെ ഫാമിലീസ് ഇൻവോൾവ് ആവുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ വഷളാവുന്നു. അങ്ങനെ പോകുന്നൊരു സീരീസാണ്. അതിൻ്റെ ഇടയിൽ തന്നെ സംസാരിച്ച് പോകേണ്ട ചില വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു സീരീസ് തന്നെയാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം പേരിലൊരു പ്രീമിയർ ലീഗ് വന്നു. അത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി മൂഡിലുള്ള ഒരു സംഭവമാണ്. രസമായിട്ട് കണ്ടിരിക്കാന്നുള്ളൊരു സീരീസ് തന്നെയാണ്. അപ്പോൾ ഈ 3 ശേഷം ഈ മാസം ജൂലൈ 19 നാഗേന്ദ്രൻ ഹണിമൂൺസ് എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസും കൂടി വരികയാണ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിതിൻ രഞ്ജി പണിക്കറാണ് ഇത് എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകൾ നമുക്കറിയാം, കസബയും കാവലും. പുള്ളിയുടെ ഒരു അച്ഛൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിങ്ങിലുള്ള ഒരു സിനിമ തന്നെയാണ് പുള്ളി തന്നിട്ടുള്ളത്. അതിനുശേഷം പുള്ളി ഒരു വെബ് സീരീസിലേക്ക് വരുന്നു. അതും കോമഡി ട്രാക്കിലൊരു വെബ് സീരീസ്. അപ്പോൾ അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ രസം തോന്നി. അതായത് ഒരു 4-5 ഫീമെയിൽ ക്യാരക്ടേഴ്സ്, പിന്നെ സുരാഗ് ചെയ്ത മെയിൽ ക്യാരക്ടർ, ഇവർ തമ്മിലുള്ളൊരു രസമുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി. ഒരു പഴയ കാലഘട്ടത്തിൽ കൂടിയാണ് ഇത് കഥ പറയുന്നത്. അപ്പോൾ ഈ മാസം 19 റിലീസ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക.